ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് ഫസ്റ്റ് മെഡിറ്റേഷനിലേക്ക് പോകാം. എല്ലാവരും മെഡിറ്റേഷനിൽ തിരിച്ചു വന്ന് വിചാരിക്കുന്നു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് മനസ്സിനെ നമ്മളുടെ വരുതിയിൽ കൊണ്ടുവരിക, അതല്ലെങ്കിൽ കൺട്രോളിൽ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നൊക്കെ. ചില ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്. ചില പ്രഗത്ഭരായ ആചാര്യന്മാർ, അതുപോലുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾ കടലിലെ തിരമാലകളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതുപോലെ പല അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് പ്രകൃതിയില്. അതൊക്കെ സാധ്യമാണോ? അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അങ്ങനെയുള്ള പല സംശയങ്ങളും പൊതുവെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. നമ്മൾ അതിലേക്കാണ് ഇന്ന് വരുന്നത്. ഒരു ചെറിയൊരു കഥയിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും ഈ ഒരു കഥയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനായി ഒരുപാടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് ഇരുന്ന് കേൾക്കുന്നത് പോലെ ഇരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടണം എന്നുള്ളത്. കാരണം ഒരു കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠം, ഒരു പാഠം എന്ന് പറയുന്നത് 100 പേര് കഥ വായിച്ചാൽ 100 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും കിട്ടാറുള്ളത്. എന്താന്ന് വെച്ചാൽ പാഠങ്ങളായിരിക്കും കിട്ടുന്നത്. അതിന് കാരണം ഈ 100 പേരും വായിക്കുന്നത് 100 മൈൻഡ് സെറ്റിൽ ഇരുന്നുകൊണ്ടാണ്. ഒരാളുടെ പ്രശ്നമല്ല വേറൊരാളുടെ, ഒരാളുടെ ചിന്താഗതിയല്ല വേറൊരാളുടെ. ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതിയിലുള്ള ആളുകളാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇത് വായിക്കുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളായിരുന്നു മാത്രം ഇത് കേൾക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രോബ്ലം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്ന് പറയുന്നതിനർത്ഥം വേറെ ഒന്നുമില്ല. ഒരു ഈഗോയും ഇല്ല. നിങ്ങൾ, അതായത് ഇപ്പം ഐ എന്ന് പറയുമ്പോൾ ഐ ആം എ ഡോക്ടർ, അല്ലെങ്കിൽ ഐ ആം എ എഞ്ചിനീയർ, ഐ ആം എ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പം ആ ഐ എനിക്ക് ഒരു അഹങ്കാര ഭാവമുണ്ട്. ഇപ്പം ഞാൻ എന്ന് പറയുമ്പം ഈ ഞാൻ എന്ന് പറയുമ്പം ആ ഒരു ഐക്ക് അഹങ്കാരം വരില്ല. ഞാൻ ഇന്ന ആള് എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മളിൽ പലരും ഞാൻ എന്ന വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഐ എം സംതിങ് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ പുകഴ്ത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഞാൻ എന്തോ ആണ് എന്നുള്ള ഭാവത്തിലാണ് ആ ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഞാൻ ഇല്ലാതെയാണ് ഇത് കേൾക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുള്ളൂ. അതായത് ഞാൻ എന്ന മനുഷ്യനായിരിക്കുക. ബി എ ഹ്യൂമൻ ആൻഡ് ബി എ ചൈൽഡ്. ഒരു കുട്ടിയെ പോലെ ഇരിക്കുക. കുട്ടികൾ കള്ളം പറയില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ കുട്ടികളുടെ മനസ്സിലൊരു കളങ്കവും ഇല്ല. ആരോടും ദേഷ്യമോ ഈഗോയോ അസൂയയോ കുശുമ്പോ ഒന്നുമില്ല. അവരെപ്പോഴും കേൾക്കാൻ ഉള്ള ആകാംക്ഷയിലായിരിക്കും ഇരിക്കാറ്. എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയോട് തന്നെ ഇരുന്ന് നിങ്ങൾ കേൾക്കുക. കുറച്ച് സമയം മാത്രമേ നമ്മളുള്ളൂ. ആ ഒരു സമയം നിങ്ങളുടെ പ്രഷ്യസ് ടൈമായിട്ട് കണക്കാക്കി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്ത് കേൾക്കുക. അപ്പൊ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് കഥ പറയാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാം. ഐ വിൽ ട്രൈ. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. കഥ പറഞ്ഞ ശീലമില്ലാത്തതല്ലേ. അപ്പം ഒരു ഗുരുവും ശിഷ്യനും കൂടിയിട്ട് ഒരു ഗുരുവും ശിഷ്യനും ഇങ്ങനെ ഒരു മഴയത്ത് കടലിന്റെ തീരത്തൂടെ, കടലിന്റെ സൈഡിൽ കൂടി നടക്കണ കടലിന്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച്, കടൽ വല്ലാതെ ക്ഷോഭിച്ച് തിരമാലയൊക്കെ വല്ലാത്ത സൗണ്ടിൽ ഇങ്ങനെ ഇളകി മറിയുകയാണ്. അപ്പം ശിഷ്യനിത് ശ്രദ്ധിച്ചു, ഗുരു ഇത് ശ്രദ്ധിച്ചു. വല്ലാത്ത സൗണ്ടും കലങ്ങി മറിഞ്ഞ് വെള്ളമൊക്കെ വല്ലാണ്ട് കലക്കി, മണ്ണും അഴുക്കും എല്ലാം കൂടിയിട്ട് കലക്കി ഇളക്കി മറിച്ചാണ് ഈ ഓരോ തിരമാലയും കരയിലേക്ക് അടുക്കുന്നത്. കുറച്ച് ഇത് കണ്ട് നോക്കി നിന്നതിന് ശേഷം ഗുരു ശിഷ്യനോട് ചോദിച്ചു, നിനക്ക് ഈ കടൽ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ ഗുരു ശിഷ്യനോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനൊരു കടൽ കണ്ടപ്പോൾ തോന്നുന്നത്? പെട്ടെന്ന് ആൻസർ പറയണം, ഇന്നലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇതെന്റെ മനസ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്.
അതായത് ആ ശിഷ്യൻ സത്യസന്ധമായി മറുപടി പറഞ്ഞു. നമ്മളാണെങ്കിൽ പറയും സുനാമി വരാൻ പോകുന്നു തോന്നുന്നു, അതായിരിക്കും കടലിങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ആ ശിഷ്യന്റെ മനസ്സിൽ എന്താണ് തോന്നിയത്, അയാളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എന്റെ മനസ്സ് പോലെ. ശരിക്കും മനുഷ്യന്മാരുടെ മനസ്സെല്ലാം എങ്ങനെയാണ്, ഒരു കടൽ പോലെയാണ്, ഇങ്ങനെ ഇളകി മറിഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഈ തിരമാല ഇങ്ങനെ അടിക്കുന്ന സമയം, തിരമാല എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ഇത്രയും കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്, അതായത് നമ്മളോട് ചോദിച്ച നമ്മുടെ മനസ്സിലെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സിലെ ചിന്തകളും പല ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇപ്പം നോർമലായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്, ആസ് എ ഹ്യൂമൻ നിങ്ങൾ കാമായിട്ടിരിക്കുകയാണ്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ 2-3 ദിവസത്തിനുള്ളിൽ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ജോലി പോവും. അതല്ല, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനം ഇന്ന് നാളെ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലായിരിക്കും? നിങ്ങൾ ആഗ്രഹിച്ച സാധനം കിട്ടാതെ, ചെയ്യാൻ പറ്റാത്ത സാധനം ചെയ്യാൻ പറ്റുമെന്ന് കഴിയാതെ, ആവശ്യത്തിന് വേണ്ട പണം കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ നിങ്ങളുടെ മനസ്സ് ഏത് അവസ്ഥയിലായിരിക്കും? ഈ അവസ്ഥയായിരുന്നു ആ കടലിലുണ്ടായിരുന്നത്. മനസ്സിലായിക്കാണല്ലോ, നിങ്ങളുടെ മനസ്സാണ് കടലെന്ന് പറഞ്ഞത്. അല്ല, എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോ ഗുരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം ശിഷ്യൻ വീണ്ടും ചോദിച്ചു, ഗുരുവെ, നമുക്ക് എങ്ങനെയാണ് ഈ കടലിന്റെ തിരമാലകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്? അപ്പൊ നമ്മൾ മനസ്സിനോട് ചോദിക്കുക, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ, ലോകത്ത് പ്രോബ്ലംസ് ഇല്ലാത്ത ആളുകളില്ല. രണ്ട് കാറ്റഗറി പെട്ടെന്ന് പറയാൻ പറ്റുന്ന 2 കാറ്റഗറി, പണക്കാരൻ പാവപ്പെട്ടവൻ. എല്ലാവരും പറയുന്നൊരു കാറ്റഗറിയാണത്. പണക്കുള്ളവനും ടെൻഷനുണ്ട്, പണമില്ലാത്തവനും ടെൻഷനുണ്ട്. പണമുള്ളവന് പണം ഉള്ളതിൻ്റെ ടെൻഷൻ, പണം ഇല്ലാത്തവന് പണം ഇല്ലാത്തതിൻ്റെ ടെൻഷൻ. പൊതുവെ കാറ്റഗറൈസ് ചെയ്യുന്നൊരു ഭാഗമാണ്. ഞാൻ പണക്കാരൻ പാവപ്പെട്ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യല്ല, അതിനെടുത്ത് പറയാണ്. അപ്പോ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യർക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. ഇപ്പം ഡോക്ടേഴ്സിന് ടെൻഷൻസ് ഉണ്ടാകും, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ടെൻഷൻസ് ഉണ്ടാകും. അതല്ല, വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാകും. ഓരോ കാറ്റഗറിയിലുള്ള ആളുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടുജോലിക്കാരാണെങ്കിൽ നാളെ കുട്ടികളെ വിടണം, എന്താ കൊടുക്കുക, അതിനെന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടി വെക്കണമല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പം നമ്മുടെ മനസ്സിലെ ഈ തിരമാല ഇങ്ങനെ അടിക്കുന്നതിന്റെ കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. അതിന് നമ്മൾ ചിന്തകളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ തിരമാല ഇങ്ങനെ അടിച്ച് നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അപ്പൊ ഗുരു ചോദിച്ചു, ഗുരുവേ, ഞാൻ കേട്ടൊരു കാര്യമാണ്, ഗുരുവിന് സമുദ്രത്തിലെ വെള്ളത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുവേ, ഇത് സത്യമാണോ എന്നുള്ളത്? അപ്പം ഒരു മറുപടി ആ ശിഷ്യനോടായിട്ട് പറഞ്ഞു, ആർക്കാണോ സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണോ സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഈ തിരമാല, നല്ലൊരു കാറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ തിരമാല ഇത്രയും സ്പീഡിൽ അടിക്കില്ല. ചെറിയ കാറ്റ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് തിരമാല ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അടിക്കില്ല. അപ്പം ആ തിരമാല അത്രയും സ്പീഡിൽ അത്രയും ബഹളം ഉണ്ടാക്കാൻ കാരണക്കാരൻ ഒരു കാറ്റാണ്. അതാണ് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്. നമ്മളുടെ ചിന്തകളെ നമ്മൾ കൺട്രോളിൽ നിർത്തിയാൽ തിരമാലയുടെ ആ ഒരു ഒഴുക്കിന്റെ വേഗത നമുക്ക് കുറയ്ക്കാൻ കഴിയും. നമ്മളുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മളുടെ ചിന്തകളാണ്. ചിന്തകൾ പ്രശ്ന കാരണമെന്നല്ല, എങ്ങനെ ചിന്തിക്കുന്നു, ഏത് രീതിയിൽ ചിന്തിക്കുന്നു, എപ്പോൾ ചിന്തിക്കുന്നു, ഇതൊക്കെ ഒരു കാരണമാണ്. ശരിക്കും നമ്മൾ മാറേണ്ട സമയം ആയിക്കഴിഞ്ഞു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എനിക്ക് 60 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് 10 വയസ്സ്, അല്ലെങ്കിൽ 20 വയസ്സ്, 50 വയസ്സായി, എനിക്ക് 40 വയസ്സായി, 80 വയസ്സായി എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ നിമിഷം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ സമയമായി, നിങ്ങൾ മാറാൻ സമയമായി.
നിങ്ങളുടെ ചിന്തകളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരുന്നു ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്ത് എന്തും നേടിയെടുക്കാനും മാറ്റിയെടുക്കാനും കഴിയും. നേരത്തെ ഗുരുവിനോട് ആ ശിഷ്യൻ ചോദിച്ചില്ലേ, സമുദ്രത്തിലെ വെള്ളത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ ഗുരു എന്നുള്ളത്. അതിനുള്ള ആൻസറാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് എന്തും സാധിക്കാൻ കഴിയും. എന്തും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും. കാരണം ചിന്തകളിൽ കൺട്രോളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ചുറ്റുപാടും അയാൾക്കൊരു കൺട്രോൾ ഉണ്ടാകും. ഇതെങ്ങനെ ഈ കൺട്രോൾ കൊണ്ടുവരാം എന്നുള്ളത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്. അതാണ് ധ്യാനം. ആ ധ്യാനാവസ്ഥയിൽ നമ്മൾ നമ്മളെ അറിയും. നമ്മളുടെ ആത്മാവിനെ അറിയും, ശ്വാസത്തെ അറിയും. നമ്മൾ നമ്മളെ കൂടുതൽ 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 അറിയാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ മെഡിറ്റേഷൻ ടൈം. നിത്യധ്യാനം, മഹാജ്ഞാനം എന്നൊക്കെ പറയാറുണ്ട്. ഇത് കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേട്ട് പരിചയമുള്ള ഒരു വേർഡ് ആയതുകൊണ്ട് അത് വെച്ചിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി പറഞ്ഞാണ്. ശരിക്കും അത് ഫാക്റ്റ് ആണ്. നിത്യജ്ഞാനിയായിട്ട് നിത്യ ധ്യാനത്തിലുള്ള ഒരാൾക്ക് ഒരു സമ്പൂർണമായിട്ടുള്ളൊരു ജ്ഞാനിയാകാൻ കഴിയും. ആ ജ്ഞാനി എന്ന് പറയുന്നത് മഹാജ്ഞാനിയായിരിക്കും. അതെന്തെന്ന് വെച്ചാൽ അയാളുടെ കൺട്രോൾ അയാളുടെ കയ്യിൽ തന്നെയാണ്. അയാൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഈ ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു പവർ, ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. നമ്മളെ കൊണ്ട് എന്തും സാധിക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ചതെന്തും സാധിച്ചെടുക്കുന്നത്. ഇവിടെ സാധിക്കാത്തത് കാരണമാണ് പലരും സൂയിസൈഡൽ ടെൻഡൻസി, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കി എന്റെ ലൈഫ് പോയി, എന്റെ ലൈഫ് ഫെയിലായി, എന്റെ ലൈഫ് അയാൾ കാരണം പോയി, ഇയാൾ കാരണം പോയി എന്ന് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ മറ്റുള്ളവരുടെ തലയിലേക്ക് ചുമത്തി വെച്ചിട്ട് പലരും എസ്കേപ്പ് ആകുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ വിളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായിട്ടും 100% അതിന് കാരണം നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ചില ആളുകളുണ്ട് സ്വന്തം പ്രോബ്ലംസ് സോൾവ് ചെയ്യില്ല, പക്ഷേ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ വളരെ മിടുക്കരായിരിക്കും. പണ്ട് എൻ്റെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫിലൊക്കെ സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ പല കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെയാണ് പറയുന്നത്. ഞാൻ കടന്നുപോയ വഴികളിലൂടെയുള്ള എനിക്ക് കിട്ടിയ ജീവിതാനുഭവങ്ങളാണ് പല കാര്യങ്ങളും. അപ്പം കോളേജില് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയം പല ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഇന്നതാണ്, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടൊക്കെ വന്നിട്ട് നമ്മളോട് പറയും. നമ്മളോട് പറയുന്ന സമയം നമ്മളതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കൊടുക്കും. ആ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന സമയം അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഞാൻ നിന്റെ അടുത്ത് വന്നുകൊണ്ടാണ് എനിക്ക് ഇത്ര നല്ല സൊല്യൂഷൻ കിട്ടിയെന്നൊക്കെ പറയും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞതാകാം. അപ്പൊ കൂടെ മാർക്ക് കുറഞ്ഞ ആളെ സമാധാനിപ്പിക്കും. പിന്നെ കുറച്ച് എന്റെ മാർക്ക്, ദൈവമേ എങ്ങനെ ഈ മാർക്കൊക്കെ വിളിച്ച് വീട്ടിൽ പറയുന്നത്, ആകെ പണിയായി, എന്ത് ചെയ്യും, ബിൽഡിങ്ങിന്റെ അവിടെ താഴെ ചാടിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. കുറച്ചു മുമ്പ് അവരെ ഉപദേശിച്ചാണ്. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഈ സംഭവം ഇതെങ്ങനെ വീട്ടിൽ പറയുമെന്ന് ഓർത്തിട്ട് അവരെ സമാധാനിപ്പിച്ച് അവരെ കൊണ്ട് വീട്ടിൽ വിളിപ്പിച്ച് സംസാരിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഫ്രണ്ട് വരും നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട്. ആ അവസ്ഥയാണ് പലരുടെയും. ആ അവസ്ഥ വരുന്നതിന് കാരണം എന്താണ്? അവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചുകൊണ്ടുവരികയാണ്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ നമ്മൾക്ക്? ഒരു അത്ഭുത വിളക്കാണ് നമ്മളുടെ മനസ്സ്. കടല് ശാന്തമാകും കാറ്റിന്റെ വേഗത കുറയുമ്പോൾ. തിരമാല വരുമ്പോഴാണ്, കൂടുതൽ ശക്തമായ തിരമാല വരുമ്പോഴാണ് കടൽ വല്ലാണ്ട് ഓടി ഓടി തിരമാല വരുന്നത്.
അപ്പൊ അവിടെ ആരാണ് പ്രശ്നകാരി? നമ്മുടെ മനസ്സ് കടലാണ്, ശാന്തമാണ്. പക്ഷെ അവിടെയുള്ള തിരമാലകളാണ് പ്രശ്നം. ആ തിരമാലയെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ കാറ്റാണ്. നിങ്ങൾ നിങ്ങളോടൊന്ന് സാമ്യപ്പെടുത്തി നോക്കി, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആരാണ് കൺട്രോളർ? അയൽവക്കത്തെ ചേച്ചി ചേട്ടനോ ആണോ? അച്ഛനോ അമ്മയോ ആണോ? അതോ ഭാര്യയോ ഭർത്താവോ? അല്ലെങ്കിൽ എന്താ പറയണ്ട, ഇപ്പൊ പൊതുവെ അമ്മായിയമ്മ, ജ്യേഷ്ഠത്തി, പിന്നെ നാത്തൂൻ, പലരും പറയുന്ന പ്രശ്നമാണിത്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ കാണാൻ രസാണ് കേൾക്കാന്. ഒരു പോസ്റ്റ് കാണും അതിനകത്ത്. ആഹ് ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടൊരു പോസ്റ്റാണ്. ഗർഭകാലത്ത് കുഞ്ഞ് വയറ്റിലിരിക്കുന്ന സമയം പല കാര്യങ്ങളും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം മൂഡ് സ്വിങ്സ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ട് അതിനുശേഷം പറയുന്നൊരു കാര്യമാണ് ആ സമയം ഗർഭിണികളെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളാണ്. അതൊരു നോട്ടാണ്. അപ്പൊ എനിക്കിത് രസം തോന്നി വായിച്ചപ്പം. ഇപ്പൊ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു ഇതിന്റെ താഴേക്ക് കമന്റുകൾ വളരെ രസകരമായ കമന്റുകൾ വരാന്ന്. എടുത്തു നോക്കിയപ്പോഴത്തേക്ക് എന്റെ അമ്മായിയമ്മ അങ്ങനെയാണ്, എന്റെ നാത്തൂൻ എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള വീട്ടിലെ അടുക്കളയിൽ അല്ലെങ്കിൽ മുറികളിൽ നടന്ന പല കാര്യങ്ങളും ഈ കമന്റ് ബോക്സിൽ ഒരു മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, അടിച്ചു, അല്ലെങ്കിൽ അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞു, നാത്തൂൻ ഇങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് അവരുടെ ജീവിതത്തിൽ നടന്ന കുറെ കാര്യങ്ങളാകും അത്. ഇങ്ങനെ പറയുന്നവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ശരിക്കും നിങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് ചെയ്യുന്നവര് എന്നെ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. പ്രൂഫ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇത് തന്നെ പറഞ്ഞ് മാറ്റി പറഞ്ഞ ഒരുപാട് ആളുകളുടെ പ്രൂഫാണത്. ഈ പറയുന്ന ആളുകൾ ഞാനിങ്ങനെ സഹിക്കേണ്ടി വന്നു, എനിക്ക് അങ്ങനെ സംഭവിച്ചു, അവരാണ് ഇതിന് കാരണമെന്ന് ഞാൻ ഞാനല്ല, എന്നെ അവരാണ് ദ്രോഹിച്ചതെന്ന് മുദ്ര കുത്തി പറയുന്ന ചില ആളുകളുണ്ട്. അവരാരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാകും. തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും. ചിലപ്പം ഞാനത് പറയുമ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളും എന്റെ ശത്രുക്കളായിട്ട് മേ ബി മാറാം. പക്ഷേ ഞാൻ സ്നേഹത്തോടെ പറയാണ്, അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നമ്മളുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ കൺട്രോളിൽ നിൽക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇക്കാര്യവും. നമ്മളുടെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണോ, എത്രമാത്രം കാമാണോ, എത്രമാത്രം റിലാക്സ്ഡ് ആണോ, അതുപോലെ ഇരിക്കും നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. നമ്മളുടെ അമ്മായിയമ്മ ദുഷ്ടയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല, എനിക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് വിട്ടില്ല, എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതാണ് പൊതുവെ കേൾക്കുന്ന കാര്യം. നിങ്ങൾ ആഗ്രഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, നിങ്ങൾ കാമാണ്, റിലാക്സ്ഡ് ആണ്, ആരോടും നിങ്ങൾക്ക് ദേഷ്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കടൽ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കടലിനെ ഇളക്കി മറിക്കാനും കഴിയും, ശാന്തമാക്കി റിലാക്സ്ഡ് ആക്കി മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയും. ഇതാണ് കടലിന്റെ പ്രത്യേകത. കടൽ എങ്ങനെ വേണമെങ്കിലും മാറാം. ആ കടൽ എങ്ങനെ മാറണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മളുടെ ചിന്തകളാണ്. ചിന്തകൾ കഴിഞ്ഞാണ് പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളുമാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, ഈ കാര്യം ഞാൻ പണ്ട് സ്വപ്നം കണ്ടിരുന്നു, ഈ കണ്ട സ്പേസ് എനിക്ക് നല്ല പരിചയമുണ്ട്, എന്തൊക്കെയോ റിലേഷൻ തോന്നുന്നു എന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മുൻകൂട്ടി നമ്മൾ തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതുമാണ്. എല്ലാം എന്നല്ല, പലതും. അത് നമ്മുടെ മൈൻഡിന്റെ ഒരു കഴിവാണ്. നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രവർത്തനം തന്നെയാണത്, ഒരു ശക്തി തന്നെയാണത്. പലരും പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഇപ്പം ഇപ്പോഴത്തെ സ്ത്രീകള് അത് മാറ്റി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് കാരണം ഇവര് കാരണം എന്ന്. ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ശരിക്കും എനിക്കിപ്പോ ഓർമ്മ ചിരിയാണ് വരുന്നത്. ഞാനതാ പറഞ്ഞത്, എന്റെ പല അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ പറയുന്ന എക്സാമ്പിൾ പറയുന്ന പല കാര്യങ്ങളും എന്റെ അനുഭവങ്ങളിൽ നിന്നും കൂടിയാണ്. ഞാനും മാറ്റി പറഞ്ഞു. എന്തുകൊണ്ട്? മാറ്റി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മാറാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നോ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഗുണപാഠം എന്താണ്?
നിങ്ങൾ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത്. ചെറിയൊരു സ്റ്റോറിയാണ്, ഒരു കടലിന്റെ കഥ, മനസ്സാകുന്ന കടലിന്റെ കഥ. അപ്പം ഇതിനെ കൺട്രോൾ വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ കടലിനെ ശാന്തമാക്കി കൊണ്ടുപോയാൽ എത്ര പേർക്ക് ഗുണമാണ്. എല്ലാവരും ആസ്വദിക്കുക കടൽ, അല്ലേ? തിരമാല ആടെ അലയാണെങ്കിലോ ഭയപ്പെട്ടോളൂ. ഒരു നല്ലൊരു പൂന്തോട്ടം, ഭംഗി കൂടുതൽ, നല്ല സുഗന്ധമാണ്. അവിടെ പോയി ഇരിക്കാനെങ്കിൽ ഒരുപാട് പൂമ്പാറ്റകൾ അവിടേക്ക് ആകർഷിച്ചു വരും. അതല്ല, നമ്മൾ അഴുക്കുകൾ കൊണ്ടെറിഞ്ഞ് ഒരു അഴുക്ക് കൂനയാണ് ആ പൂന്തോട്ടത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരിക്കുന്നത്, പൂമ്പാറ്റകൾ പോയിട്ട് മനുഷ്യന് പോലും അടിക്കില്ല, അല്ലെ? ഒരാളും, ഒരു ജന്തുക്കളും ഒരു ജീവജാലങ്ങളും ആ പൂന്തോട്ടത്തിലേക്ക് അടിക്കില്ല. പൂമ്പാറ്റ ആകർഷിക്കുന്ന നല്ല പൂന്തോട്ടമാകാൻ ആഗ്രഹിക്കുന്നു. അതോ ആരും വരാതെ, ആരും ശല്യം ചെയ്യാതെ ഒരു മൂലക്കിരുന്നാ മതി എനിക്ക്. നമ്മുടെ ജീവിതം, നമ്മുടെ ഫ്യൂച്ചർ എഴുതുന്നത് നമ്മൾ തന്നെയാണ്. നാളെ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. ഒരുപാട് ആളുകൾ ആവശ്യമില്ലാതെ എടുത്തു ചാടി സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഡിവോഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. 2 വഴക്കുണ്ടായി, മൂന്നാമത്തേനും ഡിവോഴ്സ്. അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ് മൂന്നാമത്തേനും സൂയിസൈഡ്, അല്ലെങ്കിൽ കട്ട് ചെയ്യുക. ചിന്തകളിൽ കൺട്രോൾ ചെയ്യാം. നെഗറ്റീവ് ചിന്തയാണ് മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇപ്പൊ വന്ന് മനുഷ്യരും ബുദ്ധിയില്ലാത്ത, ബുദ്ധികേടാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ദബുദ്ധികളായി, കുരങ്ങിന്റെ ബുദ്ധികളായി, കഴുതയുടെ ബുദ്ധിയായി. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. മാറാൻ സമയമായി. നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ നല്ല മാറ്റങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭരാത്രി. എന്തെങ്കിലും സംശയങ്ങളോ അല്ല, ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ബൈ.